കൂട്ടുകാരെ, ഞാൻ കിട്ടു. ഈ പ്രാവശ്യം നിങ്ങൾക്ക് കഥകളും പാട്ടുകളും ഒക്കെ പറഞ്ഞു തരാനാ കാറ്റ് ആനിമേഷൻസ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെയൊക്കെ കാണാനും പരിചയപ്പെടാനും കഴിയുമല്ലോ. എന്താ, ഇഷ്ടമല്ലേ? ഇന്ന് നമുക്കൊരു പാട്ട് കൊണ്ട് തുടങ്ങാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട്. ഈ ഇഷ്ടഗാനത്തിന് ശേഷം നല്ലൊരു കഥയാവട്ടെ. ജിണ്ടൻ എന്ന പൂച്ചയും ജിമ്മി എന്ന നായയും ചേർന്ന് കള്ളനെ പിടിച്ച കഥ. കള്ളൻ ആരാണെന്നറിയണ്ടേ? അത് സസ്പെൻസ്. എടാ ജിണ്ട, അടുക്കളയിൽ ഇന്ന് എന്തൊക്കെയാ ഉള്ളത്? പൊരിച്ച മീനോ അതോ ചിക്കൻ വറുത്തതോ? ഒന്ന് പോടാ ചെമ്മ. വല്ലാത്തൊരു തേറ്റ കൊതിയ. വെട്ട വിഴുങ്ങുന്നതിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും നിനക്ക് ചോദിക്കാനില്ല. ഒരു മാന്യൻ. ഊണും ഉറക്കവും ഒക്കെ അടുക്കളയിലല്ലേ? ആരും കാണാതെ കാര്യം കുശാൽ. തുടങ്ങി. നിനക്കിപ്പോ എന്താണ് അറിയേണ്ടത്? കൂടുതലൊന്നും വേണ്ട. ഇന്ന് ഇറച്ചിയോ മീനോ എന്നറിഞ്ഞാ മതി. അപ്പൊ പിന്നെ ഞാൻ പട്ടിണി. തല പോലും സ്വപ്നം കാണണ്ടല്ലോ. അതെ, എങ്ങനെ പട്ടിണി കിടന്നത് കൊണ്ടായിരിക്കും നീ പുട്ടിൻ കുട്ടി പോലെ വേർതിരിക്കുന്നത്. വേണ്ട, അസൂയ വേണ്ട. എനിക്ക് കള്ളന്മാരെ പിടിക്കലാ ജോലി. അതിന് കുറച്ച് തടിയും മസിലും ഒക്കെ വേണം. ആട്ടെ, നിന്നെ കൊണ്ടിപ്പോ എന്താ മുതലാളിക്ക് ഇത്ര ലാഭം? ഒന്ന് കേൾക്കട്ടെ. കേട്ടോ, നമ്മ ശ്വാസം വിട്ട ബംഗ്ലാവിനകത്ത് ഒരൊറ്റ ഇലയും തലപോക്കില്ല. അറിയോ നിനക്ക്? അതിന് ബംഗ്ലാവിനകത്ത് എവിടാടാ എലി? ഉണ്ടാവില്ല. ഞാനിവിടെ ഉള്ളപ്പോ ബംഗ്ലാവിനകത്ത് ഒരൊറ്റ എലിയും ഉണ്ടാവില്ല. അതാണ് ജണ്ടന്റെ കഴിവ്. മാത്രമല്ല, എനിക്ക് മുതലാളിയുടെ കാറ് വരുമ്പോ ഗേറ്റ് തുറക്കണം. രാവിലെ മുതലാളിയെ വിളിച്ചുണർത്തി ഓഫീസിലേക്ക് പറഞ്ഞയക്കണം. ജോലി എനിക്ക് ഒത്തിരി ഉണ്ട് മോനെ. മുതലാളി വന്നു.
വന്നു? നീ എങ്ങനെ ഇതിനകത്ത് കയറി? പറയടാ. ജിമ്മി, ഞാൻ പറയാം. എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ പറയാൻ വന്നതാ. അത് കഴിഞ്ഞ് ഞാനങ്ങ് പോയിക്കൊള്ളാം. നീ ഒന്നും പറയണ്ട. നിന്നെ എനിക്ക് പണ്ടേ അറിയാം. നീ ബംഗ്ലാവ് കൊള്ളയടിക്കാൻ വന്നതല്ലേ? ഇന്ന് നിന്നെ ഞാൻ കൊല്ലും. എന്റെ മുമ്പിൽ വരാൻ ഇന്നേ വരെ ഒരു കള്ളനും ധൈര്യപ്പെട്ടിട്ടില്ല. അയ്യോ, ഞാൻ കള്ളനല്ല. എനിക്ക് പറയാനുള്ളത് കേൾക്ക്. അത് കഴിഞ്ഞിട്ട് നീ എന്നെ കൊന്നു. എന്താടാ കള്ളക്കുറക്കാ നിനക്ക് പറയാനുള്ളത്? നിന്നെ ഇന്ന് ഞാൻ... അയ്യോ, എന്നെ വിട്. എന്റെ വാല് മുറിയും. വാല് മുറിഞ്ഞ കുറുക്കനെ പിന്നെ വീട്ടിൽ കേറ്റില്ല. എന്നെ വിടൂ. ഞാനൊന്ന് പറയട്ടെ. അയ്യോ അയ്യോ, എന്റെ വാല് ഒന്ന് വിടടാ. മോങ്ങാതെ വേഗം പറയടാ. ജിമ്മി, ആ ജിണ്ടനില്ലേ, നിന്റെ കൂട്ടുകാരൻ, അവൻ കള്ളനാ, ചതിയൻ. കള്ളക്കളികളോ? എന്ത് കള്ളക്കളികൾ? ആ, അത് പറയാനാ ഞാൻ വന്നത്. അപ്പോഴല്ലേ നീ എന്റെ വാല് കടിച്ചു മുറിച്ചത്. സാരമില്ലടാ, ഞാൻ അറിയാതെയല്ലേ. നീ പറ. ആ, പറയാം. അവൻ മുതലാളിയുടെ എല്ലാ രഹസ്യ അറകളും കണ്ടെത്തിയിട്ടുണ്ട്. അവിടെയുള്ള സ്വർണ്ണ നാണയങ്ങളും മറ്റുമെല്ലാം ചാക്കിലാക്കി മറ്റന്നാൾ രാത്രി സ്ഥലം വിടാനാ അവന്റെ പ്ലാൻ. എന്തായി പറയണേ? ഞാൻ പറയുന്നത് നേരാ. എന്നെ ഒന്ന് വിശ്വസിക്ക്. അവൻ നിന്നെ കാണാതെ ബംഗ്ലാവിന് പിന്നിലൂടെ ഇറങ്ങും. ആ സമയത്ത് മുതലാളി കൂർക്കം വലിച്ചുറങ്ങുകയായിരിക്കും. ദൈവമേ, എന്തായി കേൾക്കുന്നത്? നീ ഇതെങ്ങനെ അറിഞ്ഞു? അതൊന്നും ചോദിക്കരുത്. ഞാൻ കാട്ടിലെ ഏറ്റവും വലിയ ബുദ്ധിമാനാണെന്ന് അറിഞ്ഞുകൂടെ? ഇതിന് ഞാൻ അവനെ അനുവദിക്കില്ല. ഇതുവരെ മുതലാളിയുടെ ഉപ്പും ചോറും തിന്നിട്ടിപ്പോ മുതലാളിയെ ചതിക്കാൻ നോക്കുകയെ. കൊല്ലും ഞാൻ അവനെ. നീ എടുത്തു ചാടരുത്. ബുദ്ധിപൂർവം നീങ്ങണം. അവനെ നമുക്ക് കൈയോടെ പിടികൂടണം. അതിനുള്ള ബുദ്ധി ഞാൻ പറഞ്ഞു തരാം. പറയൂ, കേൾക്കട്ടെ. നാളെ നീയും അവന്റെ കൂടെ ബംഗ്ലാവിനകത്ത് ഉറങ്ങണം. ബംഗ്ലാവിനകത്തോ? അപ്പോ പുറത്തെ കാര്യം? കള്ളന്മാർ? പുറത്തൊന്നും സംഭവിക്കില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. കള്ളന്മാർ വന്നാൽ ഞാൻ നിന്നെ അറിയിക്കും. പുറത്തേക്കുള്ള ഒരു വാതിൽ ചിണ്ടൻ അറിയാതെ നീ തുറന്നു വെക്കണം. ഉറങ്ങിയ പോലെ കിടന്ന് അവന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയും വേണം. അതിനെന്നെ അകത്ത് കിടക്കാൻ അവൻ സമ്മതിക്കില്ലല്ലോ. നീ സമ്മതിപ്പിക്കണം. അവനെ പോലെ നിനക്കുമുണ്ട് ഇവിടെ അവകാശം. ശരി, ഓക്കെ, നീ പറഞ്ഞതുപോലെ. അപ്പോ നാളെ കാണാം. ഗുഡ് ബൈ. ഓക്കെ, ഗുഡ് ബൈ. ഇനി അവർ രണ്ടുപേരും തമ്മിലടിച്ചോളും. രാത്രിയായാൽ ബംഗ്ലാവ് എനിക്ക് കൊള്ളയടിക്കാം. എന്ന് മുതൽ ഞാൻ മുതലാളി. ഇന്ന് ഞാനും ബംഗ്ലാവിനകത്താ കിടക്കുന്നത്. ഇന്ന് ഞാൻ ബംഗ്ലാവിനകത്ത് ഉറങ്ങുമെന്ന്. പട്ടുമെത്തയുടെ സുഖം എനിക്കും ഒന്നറിയണം. പുറത്തെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഒരു വാതിൽ ഞാൻ തുറന്നു വെക്കും. ഓ ശരി ശരി, നിന്റെ ഇഷ്ടം പോലെ.
ചതിയൻ പറഞ്ഞിട്ടാ ഞാൻ ഇന്ന് അകത്ത് കിടന്നത്. നീ എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ രണ്ടുപേരും എന്റെ വിശ്വസ്ത സേവകരാണ്. ഞാൻ നിങ്ങളിൽ അഭിമാനം കൊള്ളുന്നു. കൂട്ടുകാരെ, കള്ളന്മാരെ സൂക്ഷിക്കണേ. എന്തെല്ലാം വിദ്യകളാണ് അവർ പ്രയോഗിക്കുന്നത്. ഏതായാലും ഇനി കുറുക്കന് കുറച്ചു കാലം ജയിലിൽ കഴിയാം, അല്ലേ? ഇനിയൊരു ഗാനം കൂടി ആയാലോ? കൂട്ടുകാരെ, ഗാനം ഇഷ്ടമായല്ലോ. ശരി, അപ്പോ ഒരു കഥയാവാം. എന്താ? കുയിലിന്റെയും കാക്കയുടെയും കഥ. പാട്ട് പഠിപ്പിച്ചു തന്നത്? എന്ത് ഭംഗിയാ നിന്റെ പാട്ട് കേൾക്കാൻ. അയ്യേ, ഞങ്ങൾക്കാരും പഠിപ്പിച്ചു തരുന്നതല്ല. ഞങ്ങൾ ജന്മനാ പാട്ടുകാരാ. മാത്രമല്ല സുന്ദരികളുമാണ്. നിന്നെ പോലെ കറമ്പുകളായി ഞങ്ങൾ ജനിക്കാറില്ല. അവൾ പാട്ടുകാരിയാണെങ്കിലും അഹങ്കാരിയാ. നീ വിഷമിക്കണ്ട കേട്ടോ. സാരമില്ല, അവളുടെ അറിവില്ലായ്മ കൊണ്ടല്ലേ. ആ പിന്നെ നീ
അപ്പാനെയും കുട്ടികളെയും കൂട്ടി നേരത്തെ തന്നെ അങ്ങ് വന്നേക്കണം. അത് പിന്നെ പറയാനുണ്ടോ, ഞങ്ങൾ തലേ ദിവസം തന്നെ എത്തിയിരിക്കും. അതിരിക്കട്ടെ, ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയി? പറച്ചിലൊക്കെ കഴിഞ്ഞോ? ഓ, കാട്ടിൽ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോ പിന്നെ കെങ്കേമമാവും അല്ലേ? പിന്നല്ലാതെ. അപ്പം മറ്റന്നാൾ കാണാം. എനിക്ക് ഒത്തിരി പണിയുണ്ട്. പോട്ടെ. ആ ശരി ശരി. അപ്പോ നീ പോയില്ലേ? ഇല്ല, ഞാൻ ഒന്നുകൂടി കറങ്ങിയിട്ടേ പോകുന്നുള്ളൂ. ആ, നിനക്ക് പാട്ടും പാടി കറങ്ങി നടന്നാ മതിയല്ലോ. വീട്ടുകാര്യങ്ങളൊന്നും ചിന്തിക്കേ വേണ്ടല്ലോ. ഒരു കണക്കിന് അതും ശരിയാ. അതൊക്കെ പോട്ടെ. എന്തായിരുന്നു അവളുമായിട്ടൊരു കുശലം, ആ കറമ്പിക്കാക്കയുമായിട്ട്? അത് ഞങ്ങൾ അവളുടെ മകളുടെ കല്യാണ കാര്യം സംസാരിക്കുകയായിരുന്നു. മറ്റന്നാളാണല്ലോ കല്യാണം. നീ വരില്ലേ? നിന്നോട് പറഞ്ഞിട്ടില്ലേ? അയ്യേ, ഞാൻ വരില്ല. എനിക്ക് ആ കറുമ്പിയുടെ വീട്ടിലെ ഭക്ഷണം ഒന്നും വേണ്ട. എച്ചില് വിറക്കി നടക്കുന്നവർ ഓർക്കുമ്പോൾ തന്നെ ഓക്കാനം വരുന്നു. നിനക്ക് അഹങ്കാരം കുറച്ച് കൂടുതലാ. നിനക്ക് അവളെ ആവശ്യം വരും, നോക്കിക്കോ. എന്താ കുയിൽപ്പെണ്ണെ നീ കരഞ്ഞിരിക്കുന്നത്? ഇന്നെന്താ പാട്ടൊന്നുമില്ലേ? വെറുതെ ഒന്നുമല്ല, നിനക്കെന്തോ സങ്കടമുണ്ട്. നിന്നെ ഞാൻ സഹായിക്കാം. നീ കാര്യം പറയൂ. പറഞ്ഞോളൂ. എനിക്ക് മുട്ടയിടാൻ കാലമായി. അതിനെനിക്കൊരു കൂടില്ല. എനിക്ക് അടയിരിക്കാനും മുട്ട വിരിയിക്കാനും ഒന്നും അറിയില്ല. ജന്മനാ ഞങ്ങളത് അറിയാത്തവരാ. ഓ, അതാണോ കാര്യം? എന്നിട്ട് നീ ആരോടെങ്കിലും കൂടെ അന്വേഷിച്ചോ? അന്വേഷിച്ചു. തത്തയോടും മൈനയോടും മരക്കൊത്തിയോടും ഒക്കെ അന്വേഷിച്ചു. ആരും തന്നില്ല. നീ കരയാതെ പെണ്ണേ, ഞാൻ നിന്നെ സഹായിക്കാം. നീ സമയമാകുമ്പോൾ എന്റെ കൂട്ടിൽ വന്ന് മുട്ടയിട്ടോ. മുട്ടകൾക്ക് ഒരു കേടും പറ്റാതെ ഞാൻ നോക്കിക്കൊള്ളാം. അടയിരുന്ന് വിരിയുകയും ചെയ്യാം. എന്താ പോരെ? മതി മതി, എനിക്ക് സന്തോഷമായി. ഇനി ഞാൻ പോട്ടെ കാക്കപ്പെണ്ണേ. ഓ ശരി ശരി. ആ, പിന്നെ ഒരു കാര്യം, നിനക്ക് എന്റെ വീട് പരിചയം കാണില്ല. കാരണം നീ കല്യാണത്തിനൊന്നും വന്നിട്ടില്ലല്ലോ. ആ കാണുന്ന കുന്നിൻ ചെരുവിലെ വലിയ പ്ലാവിലാണ് എന്റെ കൂട്.
കൂട്ടുകാരെ, കഥയുടെ ഗുണപാഠം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നമ്മളാരും നിറത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ വഴക്കിടരുത്. എല്ലാവർക്കും എല്ലാവരെയും ആവശ്യം വരും, ശരിയല്ലേ? ഇനി ഒരു പാട്ടാകട്ടെ. മൂന്നാമത്തെ ഗാനവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണും. ഇനി ഒരു കഥയും കൂടി പറഞ്ഞ് നമുക്ക് തൽക്കാലം പിരിയാം. ലാലു അണ്ണാനും കണ്ടൻ പൂച്ചയും ഒരു വികൃതിക്കുരങ്ങനെ പറ്റിച്ച കഥ. എന്താ ചങ്ങാതി, ഇപ്പോ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ? കാണാറില്ലല്ലോ. അതിന് നീ എപ്പോഴാ ഭൂമിയിൽ ഇറങ്ങാറ്? നീ എപ്പോഴും മരത്തിന് മുകളിലല്ലേ?
എനിക്കും കുടുംബത്തിനുമുള്ള ഭക്ഷണം മരത്തിന് മുകളിലല്ലേടോ. നിനക്ക് പിന്നെ ഏത് വീട്ടിലും കയറി ചെല്ലാലോ. ആ പിന്നല്ലാതെ കേറി ചെല്ലാനൊക്കെ പറ്റും. പക്ഷേ പല വീട്ടുകാരും എതിരേൽക്കുന്നത് ചൂടുവെള്ളം കൊണ്ടും മുട്ടൻ കല്ലുകൊണ്ടുമാണെന്ന് മാത്രം. ആ തുടങ്ങി അതാ മാലിക്കുരങ്ങനാ, വൃത്തികെട്ടവൻ. അവനെ കൊണ്ടുള്ള ഒരു ശല്യം. ഒരു ജീവിയെയും അവൻ വെറുതെ വിടില്ല. അവന് വേറെ പണിയൊന്നുമില്ലേ? എന്തു പണി? കാണുന്നവരെ മുഴുവൻ കളിയാക്കുക, നടന്നു പോകുന്നവരെ പിന്നാലെ കൂടി ഉപദ്രവിക്കുക, എന്നിട്ട് മരത്തിൽ കയറി നിന്ന് ചിരിക്കുക. ഈ കാട്ടിൽ എല്ലാവർക്കും അവനെ വെറുപ്പാണ്. ഇന്നാളവൻ ആ പാവം വയസ്സൻ ചിമ്പൻ കരടിയെ ചെയ്തതെന്താണെന്നറിയോ? ഇല്ല. ചിമ്പൻ വടിയും കുത്തി നടന്നു പോവുകയായിരുന്നു. വിടടാ നീ എന്നെ കൊല്ലാതെ ഒന്ന് വിടടാ. അയ്യോ, ഇങ്ങനെ പിടിച്ചു വലിക്കല്ലേ. പാവം ജിമ്പൻ അല്ലേ? അതിനുള്ള ശിക്ഷ അവന് ദൈവം കൊടുത്തോളും. സിംഹരാജാവിനെ പോലും അവൻ വെറുതെ വിട്ടിട്ടില്ലെന്നാണ് കേട്ടത്. ഓരോ ദിവസം സിംഹരാജാവ് ഗുഹയ്ക്ക് പുറത്തിറങ്ങി കാറ്റുകൊള്ളുകയായിരുന്നു. എടാ കുട്ടിക്കുരങ്ങ, നിന്നെ ഞാൻ ഇന്ന് കൊല്ലും. നീ ഞൊട്ടും. ഓടോ. രാജാവിനെ പോലും വെറുതെ വിടാത്തവൻ ധിക്കാരി തന്നെ. ഇനിയും ഉണ്ട് അവന്റെ വികൃതിത്തരങ്ങൾ. എല്ലാം പറയാൻ നേരമില്ല. അവന്റെ വികൃതിത്തരങ്ങൾ ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. ഇങ്ങോട്ട് വരട്ടെ. എങ്ങനെ? അതൊക്കെയുണ്ട്. നീ കൂടെ വന്ന് എല്ലാം കണ്ടോ. ആ അതാ വരുന്നു. വാ, നമുക്ക് ഒളിച്ചിരിക്കാം. ഇറങ്ങി വാടാ പേരണ്ണാനെ, നിനക്ക് ഇത്ര അഹങ്കാരമോ? ഇറങ്ങി വരാനാ നിന്നോട് പറഞ്ഞത്. വാടാ.
കൂട്ടുകാരെ, എങ്ങനെയുണ്ട് മാളിക്കുരങ്ങന്റെ കഥ? മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതും കളിയാക്കുന്നതും എല്ലാവരാലും വെറുക്കപ്പെടുന്നതിന് കാരണമാകും എന്ന ഗുണപാഠം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നമ്മൾ കഴിയുന്നതും മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക. എങ്കിൽ സമൂഹത്തിൽ നമുക്ക് നിലയും വിലയും ഉണ്ടാകും. കൂടുതൽ നല്ല കഥകളും പാട്ടുകളുമായി കാറ്റ് ആനിമേഷൻസ് ഇനിയും നിങ്ങളുടെ മുമ്പിലെത്തും. ബൈ.